നിങ്ങൾ ആലോചിക്കാറുണ്ടോ നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവാത്തത്? അതുപോലെ തന്നെ വേറൊരാൾ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല അങ്ങനെ എങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ടോ ഇതെന്താ ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, എന്നിട്ട് എന്താ മനസ്സിലാക്കാത്തത്? എല്ലാവർക്കും എല്ലാം മനസ്സിലാവാത്തതിന്റെ കാരണം എന്താണ്? നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പപ്പടം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പപ്പടം എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ. അതിന്റെ തന്നെ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ് ഒരു ബോൾ. അപ്പൊ പപ്പടവും ബോളും തമ്മിൽ ആകെയുള്ള ഒരു ഡയമെൻഷൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റും മറ്റേതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റും. എന്നിട്ട് ഈ പപ്പടം ആലോചിക്കുകയാണ്. പപ്പടത്തിന് നമ്മൾ ടേബിളിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ അതിന് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ നീങ്ങാൻ കഴിയുള്ളൂ. ഒരു ബോളിനെ അതുപോലെയാണെങ്കിലോ, ബോളിന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ബോളിനെ എടുത്ത് എറിയാം, അതൊരു പ്രത്യേക രീതിയിൽ പോകും. അതുപോലെ ഒരു പപ്പടത്തിന് പോകാൻ കഴിയുമോ? ഇല്ല. അപ്പൊ പപ്പടം വിചാരിക്കുകയാണ് എന്താണ് ഈ ബോൾ ഏകദേശം കണ്ടാൽ എന്നെ പോലെ ഉണ്ടല്ലോ, പക്ഷെ എന്താണ് ഇതിന്റെ മൂവ്മെന്റ്സ് വ്യത്യാസം? അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവാത്തത്. പലരുടെയും ലൈഫിൽ അതുപോലെ പല ഡയമെൻഷൻസ് ഉണ്ട്. ചിലത് അവർക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഓരോ കഴിവുകളായിരിക്കാം. അവർ ആ രീതിയിൽ എഫിഷ്യന്റ് ആണ് ആ ഒരു ഏരിയയിൽ. നിങ്ങൾ ആ ഒരു ഏരിയയിൽ എഫിഷ്യന്റ് അല്ല. അതും അല്ലെങ്കിൽ ചിലരത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അവർ ഇങ്ങനെ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുത്തു. അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം അവർ ചെറുതിലേ തൊട്ട് ഫൈറ്റ് ചെയ്ത് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും മറികടന്ന് അങ്ങനെ വന്നതുകൊണ്ട് അവരൊരു പ്രത്യേക ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പൊ ആ ഏരിയയിൽ വരുന്ന എല്ലാ കാര്യവും ആ വ്യക്തിക്ക് മനസ്സിലാവും. പക്ഷെ ആ ഏരിയയിൽ വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയില്ല. ചിലപ്പോൾ പേരൻസ് തമ്മിൽ അവര് ചെറുതായിരുന്ന സമയത്ത് ഫുൾ വഴക്കായിരുന്നിരിക്കാം. അപ്പൊ ആ ഒരാള് കുറെ കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ പേരൻസ് ഒക്കെ വളരെ ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തി പറയുന്ന ചില കാര്യങ്ങളോ ഈ വ്യക്തിയുടെ ചില കാഴ്ചപ്പാടോ ഒന്നും മനസ്സിലാവില്ല. ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ, നമ്മൾ കുറെ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു വന്ന കാര്യങ്ങൾ, ഇതും അല്ലെങ്കിൽ ചിലർക്ക് ജന്മനാ കുറച്ചൊരു ഇൻസ്റ്റിങ്സ് ഉണ്ട്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ചില ഡയമെൻഷൻസ്. ഈ ബോളിന്റെ പോലെ ഒരു എക്സ്ട്രാ ഡയമെൻഷൻ, അത് പല രീതിയിലാവാം. ഇപ്പൊ ബോളിന്റെ ഒരു ഡയമെൻഷൻ, അതുപോലെ പല ലൈഫിന്റെ പല ഡയമെൻഷൻസും ഓരോ വ്യക്തിയും വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ ലേണിങ്സ്, അവർ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിരിക്കാം. അപ്പൊ ആ വ്യക്തിക്ക് ആ ഏരിയയിലുള്ള ഒരു കാര്യം മനസ്സിലാവും. പക്ഷെ അതേ കാര്യം നിങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ടോ നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കണമെന്നില്ല. ഇനി ആൾക്ക് തോന്നുമായിരിക്കും ഇതെന്ത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇയാൾക്ക് എന്താ മനസ്സിലാവാത്തത്? പക്ഷെ നിങ്ങൾ ആ ഏരിയയിൽ നിങ്ങൾ ഡെവലപ്ഡ് അല്ല, നിങ്ങളുടെ ആ ഒരു ഡയമെൻഷൻ ഡെവലപ്ഡ് അല്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്നാ ഇനി എല്ലാ കഷ്ടപ്പാടുകളും ഇന്ന ആളുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം കൂടി കടന്നു പോയാലേ ഇതെല്ലാം പഠിച്ചെടുക്കാവൂ എന്നുണ്ടോ? അതുമില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒബ്സർവേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്നയാളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നയാൾ ഇന്ന രീതിയിൽ പെരുമാറുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെ ഇന്നയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടായിരിക്കാം, ഇയാൾ ഇങ്ങനെ പെരുമാറിയതിന്റെ റീസൺ എന്താണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഓരോ സിറ്റുവേഷനെയും ഓരോ ആൾക്കാരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്കില്ലാത്ത ആ ഡയമെൻഷൻ അല്ലെ അവർ ഡെവലപ്പ് ചെയ്ത ഡയമെൻഷൻ അതൊന്നും അനുഭവിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പൊ വേറൊരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അത് അവരുടെ ചോയ്സ് ആണ്. അവരത് വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് കുറെ എക്സ്ട്രാ ഡയമെൻഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിലും അങ്ങനെ ആൾക്കാരെയും സിറ്റുവേഷൻസിനെയും കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്സർവേഷൻ സ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി തൊട്ടെങ്കിലും ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴോ ഇനി ആളിന്റെ കാര്യം മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ഈ വ്യക്തി ഇന്ന കാര്യം പഠിച്ചെടുത്തതോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്യാൻ നോക്കുക. അയാളോട് വിളിച്ചിരുത്തി ചോദിക്കണമെന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്നല്ലാതെ തന്നെ നമ്മൾ എന്തുകൊണ്ടായിരിക്കാം, നമ്മൾ ആ ഒരു വ്യക്തി അറിയുന്ന ഒരാളാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയായിരിക്കുമല്ലോ, എന്തുകൊണ്ടായിരിക്കാം ഇന്നയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ലൈഫിലെ കൂടുതൽ കോൺഫ്ലിക്ട്സും ഈ ഒരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായി കുറയും. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.